ഞാനും നിങ്ങളെ കേട്ട സുവിശേഷത്തിന് യോഗ്യവണ്ണം അല്ല നമ്മൾ നടക്കുന്നത്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൊലോഷ്യർ 1 അതിൻ്റെ 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കൊലോഷ്യർ 1 9 തൊട്ട് 13 വരെയുള്ള വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയവനായ ദൈവമേ, ഒരിക്കൽ കൂടെ അപ്പാ അങ്ങയുടെ സന്നിധിയിലോട്ട് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. പിതാവേ, ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നപ്പാ ഇത് ജീവനാണ്. ഈ ജീവൻ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം, ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം ഞങ്ങളെല്ലാവരും ഇന്ന് അനുഭവിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥന കേട്ടനാൽ ആമേൻ, ആമേൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ എടുക്കുന്ന കൊലോഷ്യർ 1 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം ഒരുമിച്ച് ചിന്തിക്കാം. നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഈ ഒരു എപ്പീസിൽ എഴുതുവാനുള്ള ഒരു കാരണം, പൗലൂസിൻ്റെ അടുത്ത് എപ്പാഫ്രസ് എന്ന് പറഞ്ഞ ദൈവദാസൻ, അല്ലെങ്കിൽ ഈ സഭയെ ഫൗണ്ട് ചെയ്ത മനുഷ്യൻ പൗലൂസിൻ്റെ അടുത്ത് വരികയും സഭയിലുള്ള വളർച്ചയെക്കുറിച്ചും അവിടുത്തെ വിശ്വാസികളെക്കുറിച്ചൊക്കെ പൗലൂസിനോട് പറയുകയും അപ്പോൾ തന്നെ ആ സഭയ്ക്കകത്ത് കടന്നുകൂടിയ ചില ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ചിലർ വന്ന് ദൈവവചനത്തിന് വിപരീതമായി ചിലത് പഠിപ്പിക്കുവാൻ തുടങ്ങി. 2 കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, മിസ്റ്റിസം അല്ലെങ്കിൽ ലീഗലിസം. മിസ്റ്റിസം എന്ന് പറഞ്ഞാൽ നമ്മളും ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ സാധാരണ കേൾക്കുന്നൊരു കാര്യമാണ്. ദൈവത്തെക്കുറിച്ച് ആഴമേറിയ കാര്യങ്ങൾ ചിലർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മറ്റെവിടെയും കേൾക്കാത്ത ചില വെളിപ്പാടുകൾ, മറ്റെവിടെയും കേൾക്കാത്ത ചില ആത്മീയ അനുഭവങ്ങൾ, ഇങ്ങനെ പറഞ്ഞ ആ കാലഘട്ടത്തിലും സഭയ്ക്കകത്ത് ചിലർ കടന്നുകൂടി. രണ്ടാമത്, ദൈവത്തെ നമ്മൾ അറിയണം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ അറിയുകയും ആ വിശ്വാസം നമ്മൾ തിരിച്ചറിയുകയൊക്കെ ചെയ്യുമ്പോഴും അത് മാത്രം പോരാ. ആ വിശ്വാസം പൂർണ്ണമാകുവാൻ നമ്മൾ ചിലതൊക്കെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില പ്രവൃത്തികൾ ഉണ്ടെങ്കിലേ വിശ്വാസം പൂർണ്ണമാകത്തുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ സഭയ്ക്കകത്ത് കടന്നുകൂടി. അതിനെതിരെ എഴുതുന്ന ഒരു എപ്പീസിലാണ് നമ്മളിത് വായിക്കുന്നത്. ഇതെന്തിനാണ് ഇത് തുടക്കത്തിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, പൗലോസ് എന്ത് കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇതിൽ നമ്മൾ 1 തൊട്ടുള്ളത് വായിക്കുന്നില്ലെങ്കിലും 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇത് കേട്ട പൗലോസ് തുടക്കത്തിൽ എഴുതി തുടങ്ങുന്നത് നിങ്ങൾ തെറ്റിപ്പോയെന്നല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 9ൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇടവിടാതെ പ്രാർത്ഥിക്കുക. നമ്മളങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുമെങ്കിൽ
നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ ദൈവവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ ഓരോ പേരോടും ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നിങ്ങൾ ദുഃഖത്തോടെ വിഷമത്തോടെ ഇരിക്കുന്നവർ ഇതിൻ്റെ അകത്ത് കാണും. ഇന്ന് ആത്മാവിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുമെങ്കിൽ കൊയ്ത്ത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകണം. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: സത്യമാകുന്ന വെളിച്ചത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? ഇതാണ് ഈ പ്രാർത്ഥന. ഇതിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, തുടക്കം പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുക. അതാണ് ഒന്നാമത് പ്രാർത്ഥിക്കുന്നത്. 2, ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുക. 3, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുക. 4, നമ്മളെ വിടുവിച്ച പിതാവിനെ സ്തുതിക്കുക. ഈ 4 കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെയും നിങ്ങളെയും കാണിച്ച ആ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയണം. അത് നിറയുക മാത്രമല്ല, അതിനൊപ്പം നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ എനിക്കൊരു ദൈവശക്തി ആവശ്യമാണ്. ആ ദൈവശക്തിയിൽ നടക്കുന്ന ഓരോ പേരും ദൈവത്തെ സ്തുതിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിന് ഞാൻ യോഗ്യനല്ല. എന്നെ യോഗ്യനാക്കിയ പിതാവിനെ, ആ നാഥനെ ഓർത്ത് അങ്ങനെയുള്ളവർ നടക്കും. പൗലോസ് ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പഠിപ്പിക്കുന്നവർ പലപ്പോഴും വന്ന് പഠിപ്പിക്കുന്നത് ക്രിസ്തു പോരാ എന്നായി പറയുന്നത്. ആഴത്തിലുള്ള ചില അനുഭവം, ആഴത്തിലുള്ള ചില വാഗ്ദത്തങ്ങളൊക്കെ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൽ വളരുവാൻ പറ്റത്തുള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ശരിയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പറ്റുന്നത്. ഒന്ന്, ആത്മീയത കൂടി ദൈവവുമായിട്ട് അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഒരു ചിന്ത, എനിക്ക് വളരണം. ഈ ഒരു ചിന്ത നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ ഈ വായിച്ച 66 പുസ്തകത്തിൽ നിന്ന് പോരെന്ന് തോന്നുന്ന ചില സമയം, അപ്പോഴാണ് ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറയുന്നത്. അതെവിടെ നിന്നാണ് കിട്ടിയത്? ബൈബിളിൽ നിന്നല്ല, പുറത്ത്. അപ്പം നമുക്കൊരു പരിവേഷം തോന്നും, അയ്യോ ഈ പറയുന്ന പാസ്റ്ററിനോ അല്ലെ ചർച്ചിലിരിക്കുന്ന പാസ്റ്ററിനോ അറിയാൻ വയ്യാത്തൊരു പുതിയ വെളിപ്പാട്. അത് ഭയങ്കര ആഴമാണ്. ഇങ്ങനെ കുറേ പേര് പഠിപ്പിച്ചെന്നാണ് ഈ ദൈവവചനം പഠിപ്പിക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്ന ഒന്നാണ്, നമുക്ക് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അതിൻ്റെ നടുവിൽ നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. അപ്പോൾ ഒരു ദൈവശക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, ചിലത് ചെയ്താൽ ദൈവം നമ്മളെ സഹായിക്കും. കാണുന്നുണ്ടോ? ചില രീതികളിൽ ഞാൻ പ്രവർത്തിച്ചാൽ, ചില രീതികളിൽ പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമെന്നൊരു ചിന്ത. ഞാൻ നമുക്കൊരു ഉദാഹരണം പറയാം. സങ്കീർത്തനം 91 എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണല്ലേ. പ്രത്യേകിച്ച് നമുക്ക് പേടി വരുമ്പോഴാണ് ഇത് കൂടുതലും വായിക്കുന്നത്. നമ്മൾ പലപ്പോഴും ലീഗലിസം നമുക്കില്ലെന്ന് പറയുമെങ്കിലും നമുക്കിങ്ങനത്തെ കുറച്ച് ചിന്തകളുണ്ട്. അപ്പോൾ ഇതിനെയാണ് പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത്. പക്ഷെ പൗലോസ് സഭയോട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്, ക്രിസ്തു മാത്രം മതി. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, ക്രിസ്തു മാത്രം മതി. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് താൻ സർവ്വതും ചെയ്തു കഴിഞ്ഞു. ആ നാഥനോട് ചേർന്ന് നടക്കുന്നതാണ് ശരിക്കുമുള്ള ആത്മീയത. എൻ്റെ ആത്മീയ അനുഭവമല്ല ഞാനൊരു ആത്മീയനെന്ന് തെളിയിക്കുന്നത്, ദൈവത്തെ ഞാൻ അറിയുന്നതിലാണ് ആ ആത്മീയത വെളിപ്പെടേണ്ടത്. 2, ഈ നാഥൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നിലുള്ള ബലം വെളിപ്പെടുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമ്മളൊന്നും ചെയ്യണ്ട, ക്രിസ്തുവിൽ വസിക്കുക മാത്രം മതി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിന് അപ്പുറത്തായി നമ്മൾ മറ്റൊന്നിലും നമ്മുടെ ലക്ഷ്യവും ദൃഷ്ടിയും വെക്കരുത്. അതുകൊണ്ടാണ് ഈ ഗോസ്പൽസ് നമ്മൾ പഠിക്കുമ്പോൾ, എപ്പിസ്റ്റൽസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വളരുന്ന സഭയെ വഴിതെറ്റിക്കുവാൻ വേണ്ടി കടന്നുകൂടുന്ന അനേകരുണ്ട്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ടല്ലേ, നമ്മളെല്ലാം യേശുവിനെ അറിഞ്ഞവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റോങ് ടീച്ചിങ്സ് സഭയ്ക്കകത്ത് വരുന്നത്?
ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും യേശുവിനെ അറിഞ്ഞു. പക്ഷെ യേശുവിനെ അറിഞ്ഞ എല്ലാവരും ഒരു ഓട്ടം തികയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തെറ്റായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്താൽ നമ്മുടെ ഈ വിരുദിൽ നിന്ന് നമ്മൾ മാറിപ്പോകും, നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന വചനം അത് വചനത്തിൽ നിന്ന് തന്നെയാണോ, സത്യമാകുന്ന വചനമാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവത്തുള്ളൂ. അവിടെ നിന്നുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. 9-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം കൂടെ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ആമേൻ. അപ്പം ഒന്നാമത്തെ കാര്യം, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങളും നിറഞ്ഞു വരണം. അതാ പൗലോസ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. ഈ പ്രാർത്ഥനയുടെ ഒക്കെ പ്രത്യേകത, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തമായാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? കാരണം പൗലോസ് എവിടെയാണ് ഇരിക്കുന്നത്? പൗലോസ് കാരാഗൃഹത്തിലിരിക്കുവാണ്. അപ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തന്നെ എപ്പാഫ്രസ് പറഞ്ഞ കാര്യം നിശ്ചയമായിട്ടും തൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ആത്മാവിൻ്റെ പ്രേരണയിൽ താൻ എഴുതുന്ന ഈ പ്രാർത്ഥന എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ആഴത്തിലിറങ്ങിയ ആത്മീയ ജീവിതമല്ല ശരിക്കുമുള്ള ആത്മീയത. ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തു പറയുന്നത് മാത്രം ചെയ്യുമ്പോഴാണ് ശരിക്കുമുള്ള ആത്മീയത വെളിപ്പെടുന്നത്. കാരണം പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസിൻ്റെ ഭാരത്തിൽ നിന്ന് എഴുതിയതല്ല, പകരം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എഴുതിയതാണ്. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുവാനൊരു കൃപ എൻ്റെ മേൽ പകർന്നു തരണം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പലവിധമായ വിഷമങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുമായിരിക്കാം. അത് നമ്മളെ ഭാരപ്പെടുത്തും, അത് നമ്മുടെ ചോദ്യങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവമേ, ഞാൻ തോറ്റുപോകരുതേ എന്നല്ല, മറിച്ച് ദൈവമേ എന്നെ ആത്മാവിനാൽ നിറയ്ക്കണം. ഞാൻ തോറ്റാലും ഞാൻ ജയിച്ചാലും അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അതിനെനിക്ക് അങ്ങയുടെ നിറവ് ആവശ്യമാണ്. കടന്നു പോകുന്ന വിഷമങ്ങൾ ഒരുപക്ഷെ നമുക്കെതിരെ ചിലർ വന്നെന്ന് വരാം. പക്ഷേ അതിനെ നേരിടുന്നത് എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും കൊണ്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ നിറവിൽ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ ഞാൻ മടങ്ങി വരട്ടെ. നമ്മൾ വായിച്ച ഭാഗം പരിജ്ഞാനത്തിൽ നിറയുക. എന്താ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളോട് പറയുന്നത്? അതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 22 അതിൻ്റെ 10ഉം 14 നമുക്ക് വായിക്കാം. ആദ്യം 10ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 22:10. കർത്താവെ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. ആമേൻ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 22 എന്ന് പറയുന്നത് പൗലോസ് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചു വരുന്നത്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതമാണ് താഴോട്ട് വായിക്കുന്നത്. നമുക്ക് 14ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. 15ാമത്തെ വാക്യം. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. ആമേൻ. നിങ്ങൾ 14ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പൗലോസിനോട് ദൈവം ഇടപെടുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. അനന്യാസ് പൗലോസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്?
ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ വേണ്ടി. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഈ പൗലോസ് ആരാണ്? കുറച്ച് നേരം മുന്നേ ഈ യേശുവിനെ എതിരെ വന്ന പൗലോസ്. ആ പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറയുവാണ്, ഞാൻ നിന്നെ എന്തിനു തിരഞ്ഞെടുത്തു? ദൈവ ഇഷ്ടം അറിയേണ്ടതിന് വേണ്ടി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവ ഇഷ്ടം അറിയുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുവാണ്, നിന്നെ തിരഞ്ഞെടുത്തത് ദൈവ ഇഷ്ടം അറിയേണ്ടതിന് വേണ്ടിയാണ്. മറ്റൊരർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവ ഇഷ്ടം അന്വേഷിക്കുന്നവരായിരിക്കണം. നമ്മൾ ദൈവ ഇഷ്ടം എങ്ങനെ അന്വേഷിക്കും? അവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത്, ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുന്നോ? അപ്പോൾ ഈ ദൈവ ഇഷ്ടം ഞാൻ എങ്ങനെ അറിയും? ദൈവം എന്നെ കാണിക്കുകയും ദൈവം എന്നെ കേൾപ്പിക്കുകയും ചെയ്യും. അത് പരിശുദ്ധാത്മാവ് ചെയ്തോ? 17-ാമത്തെ വാക്യം. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോകാം. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ആ 17-ഉം 18-ഉം വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസ് ദൈവത്തെ കണ്ടു, ദൈവത്തെ കേട്ടു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ആടുകളെങ്കിൽ നമ്മൾ ദൈവശബ്ദം കേട്ടിരിക്കും. നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. നമ്മൾ ദൈവഹിതം അന്വേഷിച്ച് അവിടെയും ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. ദൈവ മക്കളെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവം നമ്മളോട് ഇടപെടും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ദൈവം എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തത് ഈ ദൈവ ഇഷ്ടം അറിയിക്കേണ്ടതിന് വേണ്ടിയാണ്. ഞാനും നിങ്ങളും ദൈവ മക്കളും ദൈവ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും. ഇതെടുത്ത് പറയുന്നതിൻ്റെ കാരണം, പലപ്പോഴും ഈ ദൈവഹിതം അറിയണമെങ്കിൽ ചില എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയെങ്കിലേ പറ്റത്തുള്ളെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അയ്യോ ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവഹിതം എന്താണ് ഈ വിഷയത്തിൽ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ദൈവത്തിന് നിങ്ങളോട് പറയുവാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെ അതിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിന് ഒരു ആത്മീയ പരിവേഷവും വേണ്ട. അതൊരു കൊച്ചുകുഞ്ഞായാലും ഇന്നലെ വന്ന ഒരാളാണേലും ഒരുപാട് മെച്യൂരിറ്റി ഉള്ള ആളാണേലും രണ്ടുപേർക്കും ദൈവഹിതം അറിഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ, പിതാവേ, അങ്ങനെ തിരഞ്ഞെടുത്തത് തന്നെ അങ്ങയുടെ ഹിതം അറിയാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഹിതം അന്വേഷിക്കും. എന്തുകൊണ്ടാണ് പലപ്പോഴും അറിയാത്തത്? നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? പലപ്പോഴും നമ്മുടെ ചിന്ത അതിനുള്ളൊരു ആത്മീയത എനിക്കില്ലെന്നുള്ളതാണ്. ഇവിടെയാണ് പൗലോസിൻ്റെ ജീവിതം ദൈവം നമുക്ക് വരച്ചു കാണിക്കുന്നത്. ഇന്നലകളിൽ വന്ന പൗലോസ്, ആ പൗലോസിനോട് പറയുവാണ്, കുഞ്ഞേ, ഞാൻ നിന്നെ കാണിക്കാം, ഞാൻ നിന്നെ കേൾപ്പിക്കാം. രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർ 5:17 വാക്യം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ആമേൻ. അടുത്തത്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അപ്പം ആദ്യം ദൈവഹിതം അറിയുക എന്ന് പറഞ്ഞു. രണ്ടാമത് വന്നപ്പോൾ പറയാണ് ബുദ്ധിഹീനർ ആകരുത്. അപ്പം ആരാണ് ബുദ്ധിയുള്ളവർ? ദൈവവചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. അപ്പം ബുദ്ധിയില്ലാത്തവരാരാണ്? ദൈവത്തെ അന്വേഷിക്കാത്തവർ. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള ബലമുണ്ട്, എനിക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന് തോന്നുവന്നവർ, അവർ ബുദ്ധിഹീനരാണ്. ബുദ്ധിയുള്ള ഞാനും നിങ്ങളും എന്തു ചെയ്യണം? ദൈവഹിതം ഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ആദ്യത്തേത് ദൈവഹിതം അറിയുക എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തേൻ്റെ അകത്ത് അത് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകം, പാപത്താൽ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇഷ്ടപ്രകാരം പോകുകയല്ല. ദൈവഹിതം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഇവിടെ നിന്നാണ് പൗലോസ് പറയുന്നത്, മൂന്നാമത്, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് അതിൽ നിറഞ്ഞ് ജീവിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 3 കാര്യങ്ങൾ പൗലോസ് പറയുവാണ്. ദൈവഹിതം അറിയണം,
ഗ്രഹിക്കണം, ദൈവഹിതത്തിൽ നിറയണം. ഈ നിറയുക എന്ന് പറയുമ്പോൾ നമ്മൾ എഫേസ്യറിനകത്തും ഗലാത്യറിനകത്തും ഒക്കെ പഠിക്കുമ്പോൾ ആത്മാവിനാൽ നിറയുക എന്നതിൻ്റെ അർത്ഥം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. മറ്റൊരർത്ഥത്തിൽ ദൈവഹിതം അറിഞ്ഞ് അതിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. ഇത് പൗലോസ് പറയുവാനുള്ള റീസൺ ഞാൻ പറയാം. പക്ഷെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറാം. എന്താണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവഹിതം അറിയുക, ഗ്രഹിക്കുക, നിറയുക? നിങ്ങളൊന്ന് ചിന്തിക്കുക, നാളെ അല്ലെ മറ്റന്നാൾ നിങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, മറ്റന്നാൾ എന്താണ് പരിപാടി, എന്താണ് പ്ലാൻ? അപ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾ പറയും എനിക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഇന്ന് നിങ്ങളത് പറയുമ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാം. എന്നാൽ മറ്റന്നാളാണ് പോകേണ്ടതെങ്കിൽ നാളെ നിങ്ങൾ പോകുവാനുള്ള ഒരുക്കം തുടങ്ങും. ഇപ്പോൾ കൊച്ചി വരെ പോകുന്നതെങ്കിൽ, ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ടിക്കറ്റ് എടുക്കും, തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്യും, അതെല്ലാം റെഡിയാക്കും. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനിയും നിങ്ങൾ അവിടെ ചെന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ തിരിച്ച് 7 മണിക്കുള്ള ട്രെയിനിന് തിരിച്ച് വരണമെങ്കിൽ എന്തിനാണോ ആ പോയ കാര്യങ്ങൾ മൊത്തവും ചെയ്ത് തീർത്ത് നിങ്ങളിങ്ങ് തിരിച്ചു വരും. ഇല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ തീരുമാനങ്ങൾക്കെല്ലാം എന്തുണ്ട്? ഒരു വ്യക്തതയുണ്ട്. അപ്പം 7 മണിക്കുള്ള ട്രെയിനിന് കയറണമെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, അപ്പം നിങ്ങളുടെ കൂടെയുള്ള ഞാൻ പോവാണെന്നിരിക്കട്ടെ, എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുവാണ് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഉഗ്രം ഭക്ഷണമാണ്, ഇത് കഴിച്ചിട്ട് പോകണം. എന്തായിരിക്കും ഞാൻ പറയുന്നത്? അടുത്ത പ്രാവശ്യമാട്ടെ, ഇപ്പം എന്തായാലും വേണ്ട. കാരണം കഴിക്കാൻ പോയാൽ ട്രെയിൻ പോവും. കാണുന്നുണ്ടോ? ഇതാണ് കൺട്രോൾഡ്. ദൈവഹിതം അറിഞ്ഞ് അതിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെന്തിനാണ് പരിശുദ്ധാത്മാവ് ഇതിങ്ങനെ എഴുതി തന്നതെന്നറിയാമോ? കാരണം നമ്മളുടെ ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്നറിയാൻ വയ്യാതെ നമ്മൾ നടന്നാൽ നമ്മളെല്ലാം കേൾക്കും, എല്ലാം നമുക്കറിയണം, എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവുണ്ടാകണമെന്നൊരു ചിന്ത. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മറ്റൊരു ഉദാഹരണം കൂടെ പറയട്ടെ. എനിക്കൊരു തലവേദന ഉണ്ടെന്നിരിക്കട്ടെ. ഞാനൊരു ഡോക്ടറിനെ പോയി കാണുമ്പം ആ ഡോക്ടർ എൻ്റെ അടുത്ത് എൻ്റെ തലച്ചോറിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും അതൊന്നും എനിക്കറിയത്തില്ലെങ്കിലും എനിക്കറിയേണ്ട ഒറ്റ കാര്യമായിരിക്കും, എന്താ എനിക്ക് തലവേദനയ്ക്കുള്ള കാരണം, അല്ലേ? അത് ഉറപ്പായിട്ട് എനിക്ക് മനസ്സിലാവും. ആ ഡോക്ടർ എൻ്റെ അടുത്ത് തലച്ചോറ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അത് ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വൗ ഫാക്ടർ തോന്നും. എനിക്ക് തോന്നും, അയ്യോ ദൈവം ഞാനൊരു ഡോക്ടറല്ല, അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ പുള്ളിക്ക് ഭയങ്കര അറിവാണ്. പക്ഷേ എനിക്ക് പുള്ളി പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ടും മനസ്സിലാവും, തലവേദനയുടെ പ്രശ്നം എന്താണെന്ന്, അതെങ്ങനെ പരിഹരിക്കണമെന്നും മനസ്സിലാവും. ഇതുപോലാണ് നമുക്ക് ലക്ഷ്യമില്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു വൗ ഫാക്ടർ തോന്നും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത് പ്രസംഗിക്കാനോ നമ്മുടെ അറിവ് തെളിയിക്കുവാൻ വേണ്ടിയല്ല. നമ്മൾ ദൈവവചനം പഠിക്കുന്നത് അത് ജീവിക്കാൻ വേണ്ടിയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ 5 വായിക്കുമ്പോൾ യേശു തൻ്റെ അടുത്ത് കൂടി വന്ന യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അന്വേഷിക്കുകയും അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷേ ആ നിത്യജീവൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എൻ്റെ അരികിൽ ജീവന് വേണ്ടി വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്ന വാക്യം. ഈ ദൈവവചനം ഒരുപാട് എൻ്റെ തലയ്ക്കിരുന്നത് കൊണ്ട് കാര്യമില്ല. ഈ ദൈവവചനത്തിലുള്ള ജീവൻ എൻ്റെ അകത്ത് വ്യാപരിക്കണം. ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും ഈ വചനം എത്ര കേട്ടാലും ആത്മാവ് നിങ്ങളുടെ അകത്ത് നിങ്ങളെ കൺവിക്റ്റ് ചെയ്ത് ഇതൊരു വെളിപ്പാട് തന്നില്ല എങ്കിൽ പ്രസംഗം നല്ലതെന്ന് നിങ്ങൾ പറയുമായിരിക്കാം, പക്ഷേ പ്രസംഗത്തിൻ്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതുകൊണ്ടാണ് പൗലോസ് ഇതെടുത്തു പറയുന്നത്, നിങ്ങൾ പരിജ്ഞാനത്താൽ നിങ്ങൾ നിറയണം. ഇനി അവിടെ കൊണ്ട് പൗലോസ് പറഞ്ഞു നിർത്തിയില്ല. പൗലോസ് പറയുവാണ്, നിങ്ങൾ ഈ പരിജ്ഞാനം കൊണ്ട് നിറയുന്നത് എങ്ങനെയാണ്? വിത്ത് വിസ്ഡം ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. വിവേകം. കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പൗലോസ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? കാരണം സഭയ്ക്കകത്ത് കടന്നുകൂടിയവർ പരിജ്ഞാനം, വിവേകം എന്നൊക്കെ പറയുമ്പം സഭയിലിരിക്കുന്നവർക്ക് ഇത് ഭയങ്കര വലിയ വാക്കുകളാണ്. അവരുടെ മനസ്സിൻ്റെ അകത്ത്
ഈ വലിയവനായ യേശുവിനെ അറിയണമെങ്കിൽ എനിക്ക് ഒരുപാട് വിവേകമുണ്ടാകണം, ഒരുപാട് പരിജ്ഞാനം ഉണ്ടാകണം എന്നുള്ള ചിന്ത ഇവിടെ ഹൃദയത്തിൽ വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് പൗലോസ് പറയുവാണ്, ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ മനസ്സിലാക്കി ഇത് വിവേകമായി വെളിപ്പെടണം. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് സദൃശവാക്യം 9 അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനം എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് ഞാൻ എത്രത്തോളം അറിയുന്തോറും ഞാനൊരു സംഭവമാകുമല്ല, എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല, പകരം ദൈവത്തിൻ്റെ ഭക്തി എന്നിലും നിങ്ങളിലും വളരണം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ 66 പുസ്തകം 100 പ്രാവശ്യം വായിച്ചോ എന്നതല്ല ചോദ്യം. യഹോവ ഭക്തിയിൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. 66 പുസ്തകവും നിങ്ങൾക്ക് അറിഞ്ഞിട്ടും ഈ ഭക്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യണം. എന്താണ് ഈ യഹോവ ഭക്തി? സദൃശവാക്യം 8-ന്റെ അകത്ത് പറയുന്നു, യഹോവ ഭക്തി എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ ദൈവം വെറുക്കുന്നതൊക്കെ ഞാനും വെറുക്കുവാൻ തുടങ്ങും. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് വേണ്ട, ദൈവത്തിന് വേണമെന്ന് പറയുന്നത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ഇന്ന് നമ്മളൊക്കെ ഒരുപാട് വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ഏതാണ് ദൈവത്തിൽ നിന്നെന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഈ ദൈവത്തിൻ്റെ വചനം എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ യഹോവ ഭക്തി അകത്ത് വെളിപ്പെടണം. എനിക്കറിയാം ചിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ബ്രദർ ഇതൊക്കെ ശരിയാണ്, പക്ഷെ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് നല്ലതാണ്. നമ്മൾ ചില വളിച്ച ഭക്ഷണം കഴിച്ചാൽ എന്താ പറ്റും? വയറുവേദനയൊക്കെ എടുക്കും, അല്ലേ? വേദന എടുക്കണം, അതാണ് അതിൻ്റെ ശരി, അല്ലേ? പക്ഷെ ഇന്നത്തെ പ്രശ്നം, ഏത് വചനം കേട്ടാലും നമ്മൾ കൈ അടിക്കും, ഏത് വചനം കേട്ടാലും നമ്മൾ സ്തോത്രം പറയും. അപ്പോൾ അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, ദൈവമേ, ശരിക്കും ഈ ദൈവത്തിൻ്റെ വചനം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ഈ യഹോവ ഭക്തി എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവിടെയാണ് നമുക്ക് തോന്നുന്നത്, എന്താണെന്നറിയത്തില്ല, ഇത് ശരിയല്ല, അല്ലേ? ചില ഭക്ഷണം മണം വരുമ്പോഴേ നമുക്കറിയാം ഇത് ശരിയാകത്തില്ല. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെടേണ്ടത്. എന്തു പറഞ്ഞാലും സ്തോത്രം, ആമീൻ. എന്തുവാ പറഞ്ഞ അറിയത്തില്ല. ദൈവങ്ങളെ, നമ്മൾ കേൾക്കുന്ന വചനം എന്നിൽ ഈ യഹോവ ഭക്തി വെളിപ്പെടുത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മളെല്ലാവരും ഈ ദൈവത്തെ അറിഞ്ഞു, പക്ഷെ അറിഞ്ഞ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോകരുത്. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യൻസ് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും സഭയോട് എഴുതി കൊടുക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കാത്തുകൊള്ളണം, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലായിടത്തും പോയി എല്ലാം കേട്ട് എല്ലാം നമ്മൾ വിഴുങ്ങിയിട്ട് നാളെ വഴി തെറ്റിപ്പോകുമ്പോൾ നമുക്കൊരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ഒറ്റ ആയുസ്സേ ഉള്ളൂ. ഈ ആയുസ്സിൽ നിന്ന് നമുക്കൊരുപാട് തെറ്റിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു വരുവാൻ പറ്റുമോ? ഇത് നമ്മൾ ചോദിക്കണം. ഇതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. 2 സദൃശവാക്യത്തിനകത്ത് നമ്മൾ വായിച്ചത്, പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഈ ദൈവത്തോട് ഞാൻ അടുക്കും തോറും, ദൈവത്തിൻ്റെ വചനം എന്നിൽ പ്രവർത്തിക്കും തോറും, ഈ ജ്ഞാനം എന്നിൽ വെളിപ്പെടും തോറും എനിക്ക് ദൈവവുമായുള്ള എൻ്റെ ബന്ധം വർദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? യഹോവ ഭക്തി മാത്രമല്ല, ദൈവവുമായുള്ള എൻ്റെ ബന്ധം. ഞാൻ വചനം പഠിക്കുമ്പോൾ എനിക്ക് എഫേസ്യരും ഗലാത്യരും കൊലോസ്യരും എല്ലാം അറിയാമെന്നല്ല, പഠിക്കും തോറും എൻ്റെ നാഥനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുവാൻ തുടങ്ങി. ഇന്നലകളിൽ പ്രാർത്ഥിച്ചതുപോലല്ല ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന, ഇന്നലെ നടന്നതുപോലല്ല ഇന്ന് എൻ്റെ നടപ്പ്. കാരണം വചനം പഠിക്കും തോറും ഈ വചനം എന്നെ ശോധന ചെയ്യുകയാണ്. ഈ വചനം പഠിക്കും തോറും വചനം എനിക്ക് വെളിച്ചമായി മാറുകയാണ്. ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ, വളരുന്നുണ്ടോ? എങ്കിൽ മാത്രമേ
ഇതൊരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആകത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് എഴുതിയപ്പോൾ താൻ എഴുതുകയാണ് ആത്മീയ പരിജ്ഞാനം, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയേണ്ടത്. ഞാൻ വചനം പഠിക്കും തോറും വചനത്തെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യമല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ കൺവിക്ഷൻസ്, ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് അതിൻ്റെ നടപ്പിൽ ബാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ഒന്ന് പറയുന്നത് ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുക. ഈ നിറയുക എന്നുള്ള വാക്കിന് ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കപ്പൽ അത് യാത്ര ചെയ്യുന്നതിന് മുന്നേ അത് ഫില്ല് ചെയ്ത് റെഡിയാക്കും ജേണിക്ക് വേണ്ടി. അങ്ങനെ ഒരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൗലോസും ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുമ്പോൾ എന്തിനാണോ ദൈവം വിളിച്ചിരിക്കുന്നത് ആ ഓട്ടത്തിന് തയ്യാറായി, ആ ഓട്ടത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ റെഡിയാക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു ലക്ഷ്യമില്ല, ദൈവം മാത്രമാണ് ആ ലക്ഷ്യം. എങ്ങനെയാണ് ഈ ദൈവഹിതം നമ്മൾ തിരിച്ചറിയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് റോമൻ 12 അതിൻ്റെ 2-ാമത്തെ വാക്യം. ലോകത്തിന് അനുരൂപമാകുകയല്ല, പിന്നെയോ നമ്മുടെ മനസ്സിനെ പുതുക്കണം. നമ്മുടെ മനസ്സ് പുതുക്കിയെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടം എന്ത് എന്ന് തിരിച്ചറിയുവാൻ പറ്റത്തുള്ളൂ. ഇതിവിടെ എഴുതുമ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മൾ ഓരോ പേരും ലോകത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. അങ്ങനെയുള്ള എന്നെയും നിങ്ങളെയും വലിയവനായ ദൈവം വീണ്ടെടുത്തിട്ട് എന്ത് ചെയ്തു? പിന്നെയും നമ്മളെ തിരിച്ച് ലോകത്തിലാക്കി. ലോകത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ മനസ്സ് പുതുക്കുവാൻ നമ്മൾ സമയമെടുത്തില്ലെങ്കിൽ നമ്മൾ ലോകത്തിന് അനുരൂപമായി മാറും. സഭയിൽ വന്നതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ നമ്മൾ എന്തൊക്കെ ചെയ്താലും വചനവുമായി നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കത്തില്ല. ഈ മനസ്സ് നമ്മൾ പുതുക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം വന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവം എന്താ എന്നോട് പറയുന്നതെന്ന്. നമുക്ക് പലപ്പോഴും പറയാൻ പറ്റുമായിരിക്കാം, എനിക്ക് ദർശനം കിട്ടുന്നുണ്ട്, സ്വപ്നം കിട്ടുന്നുണ്ട്, പക്ഷേ ദൈവം പറഞ്ഞ സ്വപ്നമൊന്നും നിങ്ങൾ മനസ്സിലാക്കിയത് മറ്റൊന്നുമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ദൈവവചനം പഠിക്കും തോറും നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി തുടങ്ങും. ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം എന്നോട് എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഈ വചനത്തിൽ കൂടാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്: പിതാവേ, മനസ്സ് പുതുക്കുവാൻ ഒരു കൃപ അങ്ങ് എനിക്ക് നൽകണം. അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഇതിന് സമയം വേർതിരിക്കുവാൻ എന്നെ സഹായിക്കണം. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിൻ്റെ മുന്നിലിരുന്ന് പുതുക്കുവാൻ നിങ്ങൾ സമയം എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ലോകത്തിന് അനുരൂപമാകും. ലോകത്തിന് അനുരൂപമായി നമുക്കിവിടെ വന്ന് സ്തോത്രം പറയാൻ പറ്റും, പ്രൈസ് ലോർഡ് പറയാൻ പറ്റും, പ്രസംഗിക്കാനും പറ്റും, പക്ഷേ ദൈവ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ നമ്മുടെ ഒരു പ്രാർത്ഥന ഇതാകട്ടെ: പിതാവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് എൻ്റെ മനസ്സിനെ പുതുക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും. അപ്പോൾ നിൻ്റെ ഇഷ്ടം എന്ത് എന്ന് എനിക്കറിയണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു വാക്യം യെശയ്യാവ് 50 അതിൻ്റെ 4-5 വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്ന് ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ആമേൻ. 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ചെവികളെ ദൈവം തുറക്കുന്നു. എന്തിന്? ദൈവ ശബ്ദം കേൾക്കുവാൻ. അപ്പോൾ ഒന്ന്, എനിക്ക് ദൈവ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പാകെ വരണം. ഈ ദൈവവചനം എന്നെ പുതുക്കണം. 2, ഞാൻ ദൈവസന്നിധിയിൽ വന്ന് ദൈവ ശബ്ദം കേൾക്കുവാൻ ഞാൻ സമയം കണ്ടെത്തണം. നിങ്ങളവിടെ വായിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നോട് എപ്പോഴൊക്കെ ഇടപെടുവാൻ എൻ്റെ അടുത്ത് വന്നോ അപ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ താണിരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം.
ചില സമയത്ത് ദൈവം നമ്മളോട് ഇടപെടാൻ വരുന്നുണ്ട്. പക്ഷെ ഇടപെടാൻ വരുമ്പോൾ നമ്മളെന്ത് പറയുന്നറിയാമോ? ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്, ഇപ്പോൾ കുറച്ചേറെ പണി ചെയ്യാനുണ്ട്. അതവിടെ എഴുതിയിരിക്കുക. പിന്തിരിഞ്ഞതുമില്ല, കാരണം മറത്തു നിന്നതുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോടൊക്കെ ഇടപെടുവാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങനോട് ഇടപെടണം, അങ്ങനോട് സംസാരിക്കണം. അതുകൊണ്ട് 4-ാമത്തെ വാക്യം എടുത്താൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതുന്നത്, യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിനും അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നു? ശിഷ്യന്മാരുടെ നാവ്, ശിഷ്യന്മാരുടെ ചെവി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും നിങ്ങളും ദൈവത്തിനെയാണ് ആശ്രയിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് പറയേണ്ടത് എന്താണ്? അപ്പാ, ഐ എം ഓൾവേസ് അവൈലബിൾ. പക്ഷെ പലപ്പോഴും നമ്മളങ്ങനല്ല. നമ്മൾ കലണ്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്, സാറ്റർഡേ സൺഡേ അവൈലബിൾ. മൺഡേ ഫ്രൈഡേ യേശുപ്പച്ചൻ അറിയാമല്ലോ, ദൈവം എനിക്കൊരു നല്ല ജോലി തന്നു, വിശ്വസ്തയോടെ ജോലി ചെയ്യണം, അപ്പം അതിലാണ്. അപ്പം അങ്ങനെ നമ്മൾ അതിൽ വിശ്വസ്തനാവുമ്പം നമ്മൾ ശിഷ്യന്മാരാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ശിഷ്യന്മാരാകണമെന്നാണ്. കാരണം ശിഷ്യന്മാരായെങ്കിൽ മാത്രമേ ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഇംഗ്ലീഷ് വേർഷൻ്റെ അകത്ത് പറയുന്നത്, സോ ദാറ്റ് യു മൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവം പറയുന്ന ചില വാഗ്ദത്തങ്ങൾ നമ്മളെടുത്ത് വീശിയാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൻ്റെ അകത്ത് പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ സകല മനുഷ്യർക്കും സാക്ഷിയായിരിക്കും, അല്ലേ? പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പൗലോസ് ദൈവസന്നിധിയിൽ ഇരുന്നില്ല എങ്കിൽ പൗലോസ് എല്ലാവരോടും പറഞ്ഞു നടക്കും, ഈ ലോകം മൊത്തം ഞാനാണ് ഇനി സുവിശേഷം പറയാൻ പോകുന്നത്. അമേരിക്കയിൽ പോകണം, ഇംഗ്ലണ്ടിൽ പോകണം, എല്ലായിടത്തും പോകണം, സമയമില്ല. കാണുന്നുണ്ടോ? പക്ഷെ ദൈവത്തിൻ്റെ വഴികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തുള്ളൂ, ഇപ്പം നീ എന്ത് ചെയ്യണം. കാണുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ പൗലോസിനോട് ദൈവം ചിലയിടത്ത് പോകണ്ടെന്നും പറഞ്ഞു, ചിലയിടത്ത് പോകാമെന്നും പറഞ്ഞു. പക്ഷെ ദൈവത്തോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ പൗലോസ് എന്ത് ചെയ്യും? എന്തായാലും ദൈവം പറഞ്ഞ് എല്ലാ മനുഷ്യനോടും ഞാൻ തന്നെ പറയണം, അപ്പം എന്തായാലും പോയേക്കാം. കണ്ടോ? എഫാഫ്രാസ് കൊലോഷ്യയിൽ വന്നാലും പൗലോസ് പറയും, നീ പോകാൻ വരട്ടെ, ഞാൻ പോകാം. കാണുന്നുണ്ടോ? ചില സമയത്ത് നമ്മുടെ വാഗ്ദത്തങ്ങൾ ഏതാണ്ട് ഇതുപോലാണ്. നമുക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ചും അതങ്ങ് അമേരിക്കയും ലണ്ടനും ആണെങ്കിൽ പിന്നെ ഇനി നമുക്ക് കൂടുതലൊന്നും കേൾക്കണ്ട, ഇനി മുന്നോട്ടുള്ള വഴി നമുക്കറിയാം. കണ്ടോ? ആഫ്രിക്ക ആണെങ്കിലാണ് നമ്മളൊരു 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. എന്തായിരിക്കും കാരണം? കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയണം ആഫ്രിക്ക തന്നെയാണോ എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു? ഇവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റൂ. രാവിലെ തോറും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. നമുക്ക് സൗകര്യം കിട്ടുമ്പം ദൈവത്തെ കിട്ടത്തില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം കണ്ടെത്തുമെങ്കിൽ വചനം പറയുന്നത് ശിഷ്യന്മാരുടെ ചെവി എന്താണെന്നറിയാമോ? താണ് കൊടുക്കുന്നത്. ഈ ശിഷ്യന്മാരുടെ ചെവി ഇല്ലെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായെന്നറിയോ? എന്നെ കൊണ്ടേ എല്ലാം പറ്റൂ. ശിഷ്യന്മാരുടെ നാവ് എന്ന് പറഞ്ഞാൽ കൃപയിൽ വെളിപ്പെടുന്നതായിരിക്കും. കാരണം ഒരു ശിഷ്യനാകാൻ ദൈവം ഒരുപാട് പണിതിട്ടാണ് ശിഷ്യനാകുന്നത്. ഇന്ന് കൂടുതൽ ശിഷ്യന്മാർക്കും വാഗ്ദത്തം കിട്ടിയതോടെ ശിഷ്യന്മാരുടെ നിലവാരത്തിൽ നിന്ന് മാറി. അതുകൊണ്ട് ഇപ്പം നാവിന്മേൽ ശിഷ്യന്മാരുടെ അല്ല വരുന്നേ, സർവ്വതും ഞാനാ. ഞാൻ എന്തിനാ ഇത് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, നിമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടത്തില്ല. ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, അപ്പാ ഇന്നു മുതൽ ദൈവവചനത്തിൻ്റെ മുന്നിൽ ഇരിക്കുക മാത്രമല്ല, അപ്പച്ചൻ്റെ ചെവികളെ ഒന്ന് തുറന്നു തരണം. അങ്ങെപ്പോൾ എന്നെ വിളിച്ചാലും അതിനോട് പ്രതികരിക്കുവാനൊരു കൃപ എൻ്റെ മേൽ തരണം. ഞാനിത് പറയുമ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരും, ബ്രദറെ, അതിനൊരുപാട് ആത്മീയത ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും.
ഒരിക്കലുമല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മേളിലിരിക്കുന്ന ഒരാൾ, അവർ വിളിച്ചാൽ ഉടനെ നിങ്ങൾ വിളി കേൾക്കും ഇല്ലേ? തൊട്ടടുത്ത് വന്ന് നിന്നാൽ നമ്മൾ അറിയും. എന്തുകൊണ്ടാണ്? ജോലി ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മളെ മിക്കവാറും മാനേജർ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടിടത്ത് നമ്മുടെ ചെവി ഇരിപ്പുണ്ട്. ജോലിക്കകത്ത് അങ്ങ് മുഴുങ്ങിപ്പോകത്തില്ല കാര്യങ്ങൾ കേൾക്കാൻ. വീട്ടിൽ ജോലി ചെയ്യുന്നവർ, അവർ എന്ത് കാര്യം കുക്ക് ചെയ്താലും പുറത്തൊരു ശബ്ദം കേട്ടാൽ ഓടി അപ്പുറത്ത് ചെല്ലും. ഇതെന്താ കാണിക്കുന്നതെന്നറിയാമോ? ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. പകരം നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കിയെടുക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, പിതാവേ, ഞാൻ 24 മണിക്കൂറും ദൈവശബ്ദം കേൾക്കുവാൻ ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ എപ്പോൾ വിളിച്ചാലും ഞാൻ അങ്ങയുടെ വാക്കിനോട് പ്രതികരിക്കാം. അത് ഉറങ്ങുമ്പോഴും നമ്മൾ ദൈവത്തോട് പറയണം, പിതാവേ, അപ്പച്ചാ, അങ്ങേക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ എന്നെ ഒന്ന് ഉണർത്തണം. ചില സമയത്ത് ദൈവം നമ്മളെ ഉണർത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ദൈവത്തോട് പറയണം, അപ്പാ, കൃപ തരണം. കൃപ ദൈവം തരുക തന്നെ ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഒന്ന് ഉണർത്തട്ടെ. അത് നമ്മുടെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്നേഹം മുഖാന്തരം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളെ ഉണർത്തും. ദൈവം നമ്മളെ ഉണർത്തിയാൽ ഒരു ശിഷ്യൻ്റെ നാവിനാൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. ഒരു ശിഷ്യൻ്റെ ചെവി പോലെ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ പകർന്നു തരും. ഇന്ന് രാവിലെ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തേത് പൗലോസ് പറയുന്നത്, ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുക. ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുക. പൗലോസ് ഇത് പറയുന്നതിൻ്റെ അടുത്ത കാരണം കൊലോസ്യ സഭയ്ക്കകത്ത് ഒരുപാട് പേര് വന്ന് കുറേ വചനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആളുകൾ ആകെ ഇപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് മൊത്തം ഈ പറഞ്ഞ വലിയ വെളിപ്പാടുകളാണ് ഇരിക്കുന്നത്. പൗലോസ് അവരോട് പറയുവാണ്, ഈ വെളിപ്പാട് ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടണം. മറ്റൊരർത്ഥത്തിൽ, ഞാനും നിങ്ങളും കേട്ട വചനമുണ്ടല്ലോ, അതിനൊത്തവണ്ണം നടക്കണം. അവിടെയാണ് ശരിക്കുമുള്ള ആത്മീയത വെളിപ്പെടുന്നത്. നമ്മൾ എത്രത്തോളം കേട്ടു എന്നതല്ല ചോദ്യം, കേട്ടതിനനുസരിച്ച് നടന്നുവോ എന്നതാണ് ചോദ്യം. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് യോഗ്യവണ്ണം നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മൾ ഈ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാം ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കേൾക്കുന്ന സാധനങ്ങൾ ഭയങ്കര സംഭവമായിട്ട് എടുത്തിങ്ങ് പോക്കറ്റിൽ വെക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. എനിക്കറിയാം നിങ്ങളുടെ നോട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന്. പിന്നെ ഒരു ഉദാഹരണം പറയാം. നമുക്കിന്ന് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പം എല്ലാവരും കുക്കിംഗ് പഠിക്കുന്ന സ്ഥിതിക്ക് നമ്മളതിൻ്റെ അകത്ത് കാണും അഫ്ഗാനി ചിക്കൻ അല്ലേ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് അവർ 5 മിനിറ്റ് കൊണ്ട് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചിക്കനൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം 5 മിനിറ്റ് കൊണ്ട് ബട്ടർ ചിക്കൻ ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞാൽ അകത്ത് കയറും. ബട്ടർ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് ബട്ടർ ചിക്കനും ആവുന്നില്ല, ചിക്കനായിട്ടൊന്നും സംഭവിക്കുന്നുമില്ല ഇല്ലേ? അപ്പോൾ നമ്മൾ പ്രവർത്തിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നത്, ചെയ്യാത്തിടത്തോളം കാലം എല്ലാവരും ഹീറോസാണ് അല്ലേ? നമ്മളൊന്നും യൂട്യൂബിൽ കൂടെ കാണുവാണെങ്കിൽ നമുക്കെല്ലാം രുചിയേറിയ ഡിഷസാണ്. എപ്പോൾ ഈ സാധനം എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പുള്ളിക്കാരനല്ല ഈ പുള്ളിക്കാരി പറയുന്നതെല്ലാം ശരിയല്ല, എല്ലാം ഒന്നും ഒക്കത്തില്ല. ദൈവമക്കളെ, ഇത് തന്നെയാണ് പൗലോസും പറഞ്ഞത്. നിങ്ങൾ ഈ കേൾക്കുന്ന സാധനം മൊത്തം കുറച്ചു നേരം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് നടക്കാൻ പരിശ്രമിക്കണം. നടക്കുമ്പം ചിലതൊന്നും വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യാതെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടതൊന്നും ഒരു ഗുണവും ഇല്ല. പലപ്പോഴും ഇത് കേട്ട് കേട്ട് നമ്മുടെ തലയ്ക്കകത്ത് വീശി കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ, ഇങ്ങനെ കേട്ട കുറേ പേര് ഭൂതം ഇറക്കാൻ ചെന്നു. ഭൂതം പറഞ്ഞു, എനിക്ക് പൗലോസിനെ അറിയാം. കണ്ടോ, ഏതാണ്ട് ഇതുപോലത്തെ അവസ്ഥയാണ് പലർക്കും. ഇന്ന് പലരും ഒരുപാട് കേട്ട് ഇപ്പം പൊളിച്ചു കളയെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇറക്കി വിടുമ്പോഴാണ് അറിയുന്നത് കേട്ടതുമില്ല, പിടിച്ചതുമില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെയാണ് പൗലോസ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്,
നമ്മൾ നടക്കുവാൻ പഠിക്കണം. ഇന്ന് ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ പറയുന്ന വചനമാകട്ടെ, നിങ്ങൾ കേൾക്കുന്ന ഏത് വചനമാകട്ടെ, അതിനെ നിങ്ങൾ ശോധന ചെയ്യണം. കാരണം ഇത് എൻ്റെയും നിങ്ങളുടെയും നിത്യജീവനെക്കുറിച്ചുള്ളതാണ്. എന്തെങ്കിലും കേട്ട് നിത്യതയിൽ ചെല്ലുമ്പോൾ പിതാവെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരുവാൻ ഇനിയും അവസരമില്ല. ഈ ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, പുൾപിറ്റിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് പറയുന്നത്? കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരു മടങ്ങി വരവില്ല. ഇത് നിത്യതയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയും, പിള്ളേർ പഠിക്കുമ്പോൾ 10 അല്ലേ, 1-ാം ക്ലാസ് പ്രശ്നമില്ല, 2 പ്രശ്നമില്ല, 5-ാം ക്ലാസ് പ്രശ്നമില്ല, 10. ബ്രദറെ പ്രത്യേകം പ്രാർത്ഥിക്കണം 10-ലാണ് അല്ലേ, പ്രത്യേകം പ്രാർത്ഥിക്കണം 12-ലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് അല്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഒരു ടേണിംഗ് പോയിൻ്റാണ്. ദൈവവചനത്തെ കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ ഇപ്പം എടുക്കുന്ന ഒരു ചെറിയ ടേൺ നാളെ കൊണ്ട് അവസാനിക്കുന്നത് മറ്റൊരിടത്തായിരിക്കും. ഇനി ഈ വചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ കേൾക്കുന്ന വചനത്തെ വെറും ഒരു പ്രസംഗമായിട്ടല്ല, ദൈവം എനിക്ക് ജീവിക്കുവാൻ ഒരു കൃപ പകർന്നു തരണം. എങ്ങനെയാണ് യോഗ്യവണ്ണം നടക്കുക? 1 തെസ്സലോനിയർ 4 അതിൻ്റെ 1-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? അപ്പം എങ്ങനെയാണ് ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുന്നത്? ദൈവപ്രസാദം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞേ, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ചോദ്യം ഇതാണ്, ഇത് ദൈവത്തിന് പ്രസാദമുള്ളതാണോ? അങ്ങനെ ഒരു ഫിൽട്ടർ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം, അപ്പച്ചാ അങ്ങ് ഇതിൽ പ്രസാദിക്കുന്നോ? പലപ്പോഴും നമുക്ക് പല കാര്യത്തിൽ പ്രസാദമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുമ്പോൾ, ഗോസ്പൽസൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ത്രീ വന്ന് സ്വത്രാഴ്ച ഇട്ടു, അപ്പോൾ അപ്പുറത്ത് നിന്ന ആൾ വലിയ ചെക്ക് ഇട്ടു. നമ്മുടെ മനസ്സിൽ യേശു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചെക്കിനാണ് വില കൂടുതൽ ഇല്ലേ. പക്ഷേ യേശു അതിനെ വേർതിരിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ അതിലല്ല ഞാൻ പ്രസാദിച്ചതെന്ന്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് ചോദിക്കണം, അപ്പാ വാട്ട് ഡു യു ലൈക്ക്? എന്താണ് അങ്ങേ പ്രസാദിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ? കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നതെല്ലാം ദൈവപ്രസാദത്താൽ വരുന്നതാണെന്നാണ്. അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുത്ത പൗലോസിൻ്റെ ജീവിതം ഇപ്പം എങ്ങനെയായിരിക്കും ഇല്ലേ? പൗലോസ് പറയുന്നത്, ഈ ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ചാട്ടവാറടിയും ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പം അതൊന്നുമല്ല, ബീങ് സക്സസ്ഫുൾ ഡസ് നോട്ട് മീൻ യു പ്ലീസ് ഗോഡ്. ഞാൻ എല്ലാത്തിലും ജയിച്ചു എന്നതിൻ്റെ അർത്ഥം ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്നല്ല. പകരം ജയിക്കും തോറും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ ഇരുന്ന് ചോദിക്കണം, പിതാവേ ഞാൻ ശരിക്കും അങ്ങേ പ്രസാദിപ്പിക്കുന്നുണ്ടോ? അപ്പം നിശ്ചയമായിട്ട് നിങ്ങൾ ചോദിക്കും, അപ്പോൾ തോക്കുന്നതാണോ ദൈവത്തിന് ഇഷ്ടം? അല്ല. ദൈവ ഇഷ്ടം അന്വേഷിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ചുമതലയാണ്. ആ ദൈവപ്രസാദം മനസ്സിലാക്കി ജയവും തോൽവിയും അല്ല എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, മറിച്ച് ദൈവ ഇഷ്ടം മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ഭക്ഷണം ദൈവ ഇഷ്ടം ചെയ്ത് അത് തീർക്കുന്നതാണ്. യേശു ഈ വാക്ക് പറയുന്നതിന് കാരണം, യേശു വിശന്നിരുന്ന സമയത്ത് ശിഷ്യന്മാർ പോയി ഭക്ഷണം മേടിച്ച് തിരിച്ചു വരുമ്പോൾ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുവാണ്. അപ്പം ഇത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് അവർ യേശുവിനോട് ചോദിക്കുന്നത്. യേശു അവിടെ പറയുന്നത്, എൻ്റെ ഭക്ഷണം ദൈവഹിതം ചെയ്യുന്നതാണ്. അവിടെ കൊണ്ട് പറഞ്ഞു നിർത്തിയില്ല, അത് പൂർത്തീകരിക്കണം, അത് തീർക്കണം, ഏൽപ്പിച്ചത് നമുക്ക് തീർക്കുവാൻ പറ്റണം. അപ്പോൾ ഒന്ന്, ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുക എന്നതിൻ്റെ അർത്ഥം
എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ സുവിശേഷത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ യേശു ഇങ്ങനൊരു ശബ്ദം കേട്ടതായി നമ്മൾ പലയിടത്ത് വായിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. മക്കളെ, ഈ ശബ്ദം ഞാനും നിങ്ങളും കേൾക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അയ്യോ അത് വലിയ കാര്യം ചെയ്യുമ്പോഴാണ്. നല്ലല്ല. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. താൻ ഒരിക്കൽ സഭയിൽ പോകാൻ നേരം താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണാടി ഒന്നൊടിഞ്ഞുപോയി. താനപ്പം സഭയിൽ പോകാനുള്ള തൻ്റെ ആ വാഞ്ച മുഖാന്തരം താൻ രണ്ടും കൽപ്പിച്ച് പോയി. കണ്ണ് കാണാൻ പറ്റുന്നില്ലെങ്കിലും ബൈക്ക് ഓടിച്ചു പോയി തിരിച്ചു വരുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. താൻ ദൈവത്തോട് ചോദിച്ചു, അപ്പച്ച ഒരുപാട് പേര് അവിടെ ഇവിടെ അങ്ങയ്ക്ക് വേണ്ടി പലത് ചെയ്യുന്നുണ്ട്, ഇത്രയും ചെറിയ കാര്യം ചെയ്തിന് അങ്ങ് എന്തിനാണ് പറഞ്ഞ് പ്രസാദിക്കുന്നതെന്ന്. പരിശുദ്ധ പറഞ്ഞു, നിൻ്റെ കണ്ണിൽ വലിയ കാര്യത്തിനാണ് പ്രസാദം, പക്ഷെ എൻ്റെ കണ്ണിൽ എൻ്റെ മകൻ ചെയ്യുന്നതാണ് എനിക്ക് വലുത്. ഇന്ന് എനിക്കത് മനസ്സിലാക്കാം. കാരണം എൻ്റെ കൊച്ചുകുഞ്ഞ്, അവന് ഞാനൊരു 4-5 ഓറഞ്ച് കൊടുത്തെന്നിരിക്കട്ടെ, അവൻ അത് ഒരെണ്ണം എടുത്ത് എൻ്റെ വായിക്കൊണ്ട് തരുമ്പം അവിടെ കിച്ചണിലിരിക്കുന്ന എല്ലാ ഓറഞ്ചും എനിക്ക് കഴിക്കാം. പക്ഷേ അവന് കൊടുത്തതിൽ നിന്ന് ഒരെണ്ണം എൻ്റെ കയ്യിൽ തരുമ്പോൾ ഇറ്റ് പ്ലീസസ് മൈ ഹാർട്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയല്ല നമ്മളൊന്നും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗോസ്പൽസിൻ്റെ അകത്ത് വായിക്കുമ്പോൾ അവിടെ ഇവിടെയാണ് ആ ശബ്ദം കേൾക്കുന്നത്. കാരണം ഞാനും നിങ്ങളും ഒന്നും ചെയ്യുന്നത് ചില ഡീപ്പർ എക്സ്പീരിയൻസസ് കിട്ടുവാൻ വേണ്ടിയല്ല. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും ആകരുത്. അപ്പോൾ ഒന്ന്, ദൈവത്തിന് പ്രസാദിക്കുക. രണ്ടാമത്തേത് എഫെസ്യർ 4 അതിൻ്റെ 1-ാമത്തെ വാക്യം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ആമേൻ. അപ്പോൾ രണ്ടാമത്തേത് ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടുണ്ട്. ഒരു ദൈവികമായ, ഒരു സ്വർഗീയമായ ഒരു വിളി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ വിളിക്കൊത്തവണ്ണം ഞാനും നിങ്ങളും ജീവിക്കണം. സഭയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ആ വിളിക്കൊത്തവണ്ണം വേണം നമ്മൾ അന്യോന്യം ഇടപെടുവാൻ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, വി ആർ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എല്ലാവരുടെ മേലും ഒരു ദൈവീക വിളിയുണ്ട്. നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. സഭയിൽ അതിനൊരു യോഗ്യത ഉണ്ടായിരിക്കണം. എനിക്ക് ഇഷ്ടക്കേട് തോന്നിയതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾ ഒഫൻഡഡ് ആയാൽ ഞാനത് ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുമ്പം ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു, ഉടനെ വായി തോന്നുന്നത് പറയോ? പറയത്തില്ല. കാര്യം എന്താ? HR അറിഞ്ഞാൽ ചിലപ്പോൾ ജോലി പോകാൻ സാധ്യതയുണ്ട്, ഇല്ലേ? സഭയിൽ വരുന്ന ഞാനും നിങ്ങളും അറിയണം, തലയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാം. ക്രിസ്തു എന്ന തലയോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു യോഗ്യതയുണ്ട്. ആ വിളിയുടെ അർത്ഥം ഞാൻ വലുതും നിങ്ങൾ ചെറുതും എന്നല്ല. എല്ലാവരും ക്രിസ്തുവിൻ്റെ കണ്ണിൽ ഒരുപോലെയാണ്. ഇതെടുത്ത് പറയുന്നതിൻ്റെ കാരണം, ചില സമയത്ത് വിളി ഭയങ്കര വലുതാന്നൊരു തോന്നൽ ചിലവരുടെ അകത്ത് വരും. അങ്ങനൊരു വിളിയില്ല. വലിയ വിളി എന്നില്ല, സ്വർഗീയ വിളിയേ ഉള്ളൂ. സ്വർഗീയ വിളിയുടെ അർത്ഥം എൻ്റെ നാഥൻ എന്നെ ഏൽപ്പിച്ച് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 17 അതിൻ്റെ 5 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 17 അതിൻ്റെ 5 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്കയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ?
അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇത് നമ്മുടെ ഭാഷയിലാണ് നമ്മളോട് ഇടപെടുന്നത്. നമുക്കൊരു വിളിയുണ്ട് എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ പെട്ടെന്നുള്ള പ്രതികരണം എന്തായിരിക്കും? ദൈവമേ, എനിക്കത്ര വിശ്വാസം ഇല്ല, അല്ലേ? നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നും. ദൈവം നമ്മുടെ മേലൊരു വിളി തന്നു, ദൈവത്തിന് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറയുമ്പം അപ്പോസ്തലന്മാരെ പോലെ യേശുവച്ചൻ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ച് തരണേ, നമ്മുടെ പ്രാർത്ഥനയാണ്. ഉടനെ യേശുവച്ചൻ പറഞ്ഞു, കുഞ്ഞെ, കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പം ഇതൊക്കെ നമുക്കറിയാവുന്ന ഭാഗമാണ്. പക്ഷെ രസകരമായ ഒരു പാരബിളാണ് അടുത്തത്. യേശു പറയുകയാണ്, ഒരു യജമാനനും ഒരു ദാസനുമുണ്ട്. അപ്പോൾ ഈ ദാസൻ ഫീൽഡിൽ വേല ചെയ്യുവാണ്. താൻ അത്രയേറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പം യജമാനൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം ദാസൻ എന്തു ചെയ്യും? ദാസൻ ഓടിച്ചെന്ന് യജമാനുള്ള ഭക്ഷണം എല്ലാം ഒരുക്കി കൊടുത്ത് യജമാനൻ കഴിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടായിരിക്കും പോയി കഴിക്കുന്നത്. എന്നിട്ട് അവിടെ തന്നെ ചോദിക്കുവാണ്. അപ്പം യജമാനൻ ദാസനോട് പറയോ, നീ കുറേ കഷ്ടപ്പെട്ടല്ലേ, എന്നാൽ ഞാൻ എന്നാ ഇരിക്കാം, വിളമ്പിത്തരാം, നീ കഴിക്കുക എന്നൊന്നും പറയത്തില്ല. ഇനിയും പ്രത്യേകം നന്ദി വല്ലതും പറയോ? അയ്യോ, നീ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, നീ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഒന്നും പറയത്തില്ല. യജമാനൻ ദാസൻ എന്ത് പറഞ്ഞേ? ദൈവം, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെ മേൽ ദൈവം ഒരു വിളി തന്നു എന്നുള്ളത് അത് കാണിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ആരും ഒന്നിനും യോഗ്യനല്ല. ഈ ജീവിതത്തിൽ ദൈവം നമ്മളെ ചിലത് ഏൽപ്പിച്ച് ചിലത് നമ്മൾ ചെയ്തെന്നിരിക്കട്ടെ. അനേകർ നമ്മുടെ അടുത്ത് വന്ന് നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവം പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഒന്നിനും യോഗ്യനല്ല എന്നതായിരിക്കണം നമ്മുടെ ഭാഷ. ഇന്നിതൊക്കെ എടുത്തു പറയേണ്ട കാരണം, ഇന്ന് വലിയ ആൾക്കാരായി പലരും വളർന്നു വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്കും ഒരു തെറ്റിദ്ധാരണ വരും, ഒരു നാൾ ദൈവം എന്നെ വിളിക്കും, ഞാൻ ഭയങ്കര വലിയൊരു സംഭവമാവുമെന്ന്. അത് ദൈവവചനമല്ല. ഞാനും നിങ്ങളും അല്ല സംഭവം, യേശു മാത്രമാണ്. ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബലത്താൽ നമ്മൾ ചിലത് ചെയ്തെന്ന് വരാം, പക്ഷേ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ദൈവം പറഞ്ഞത് നമുക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് എൻ്റെയും നിങ്ങളുടെ കയ്യിൽ ദൈവം എന്ത് തരുമ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, പിതാവേ, അങ്ങ് തന്നതേ എനിക്കുള്ളൂ. അപ്പച്ച, അങ്ങ് എന്നെ ഏൽപ്പിക്കുന്നത് സർവ്വതും, അപ്പച്ച, ഒരിക്കലും അങ്ങക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യുവാൻ എനിക്ക് പറ്റരുത്. നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മളിത് പറയുവാൻ പഠിക്കുകയും വേണം. ദൈവം എന്നോട് പറഞ്ഞതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വിടുതൽ വരത്തില്ല, ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമൊന്നും വരത്തില്ല. അങ്ങനത്തെ ഒരു അഭിഷേകവും എൻ്റെ മേലില്ല. ഞാൻ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ള ബോധ്യമാണ് എന്നെ ഈ വചനം നിങ്ങൾക്ക് പറയുവാൻ ഏൽപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ജീസസ് ആൻഡ് ജീസസ് അലോൺ. ഇനി ഈ വചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് തറച്ചു നിൽക്കണം. കാരണം എന്നെ വിളിച്ച ദൈവം നിങ്ങളെക്കാളും ആരെക്കാളും ഞാൻ ശ്രേഷ്ഠനായതുകൊണ്ടല്ല വിളിച്ചത്. നമ്മളെല്ലാം വി ആർ വൺ ബിഫോർ ജീസസ്. അങ്ങനെയെങ്കിൽ ആ വിളിക്ക് ഒത്തവണ്ണം നടക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അടുത്തത് കൊലോസ്യർ 4:5 സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. അപ്പോൾ അടുത്തത് ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടെ നടക്കുക. എന്ത് ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ? സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ. ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മളെ നോക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ നമ്മളൊരു ദൈവീക ജ്ഞാനത്തിൽ നടക്കുവാൻ പറ്റണം. എന്താ ഇതിൻ്റെ അർത്ഥം? നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 3:15-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. James 3:15-18.
ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും, കരുണയും സൽഫലവും നിറഞ്ഞതും, പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ആമേൻ. നിങ്ങളവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉയരത്തിൽ നിന്നുള്ളൊരു ജ്ഞാനവുമുണ്ട്, ഉയരത്തിൽ നിന്നല്ലാത്ത ഒരു ജ്ഞാനവുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഉയരത്തിൽ നിന്നല്ല ഈ ജ്ഞാനം വരുന്നതെന്ന്? നമ്മൾ ആ വാക്യം 14-ാമത്തെ വാക്യത്തിലോട്ട് പോകാം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും, 13-ാമത്തെ വാക്യം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായി സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. അടുത്ത വാക്യം കൂടെ. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ശ്രദ്ധിക്കുന്നു, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാൻ ഈ കേൾക്കുന്ന വചനം അല്ലെങ്കിൽ എൻ്റെ നടപ്പ് അത് ദൈവികമായ ജ്ഞാനത്തിൽ നിന്നാണോ അല്ലയോ? അവിടെ എഴുതിയിരിക്കുകയാണ്, ഒന്ന്, ഇറ്റ് ഈസ് ഏർത്ത്ലി, ഭൗതികം എന്ന് പറഞ്ഞാൽ തിങ്സ് ഓഫ് ദിസ് എർത്ത്, ഇവിടെയുള്ള കാര്യങ്ങൾ. രണ്ട്, സെൻഷ്യൽ. ഇത് കേൾക്കുമ്പം ഞാൻ അറിയാതെ കൈകൊട്ടി പോകും, സ്തോത്രം പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ, നമ്മൾ ഈ കേൾക്കുന്ന സാധനം എൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഭൗതികമാണെങ്കിൽ ഇത് നിത്യതയിലോട്ടല്ല എൻ്റെ ദൃഷ്ടി വെക്കുന്നത്. എൻ്റെ കണ്ണുകളെ നിത്യതയിൽ നിന്ന് മാറ്റിയാൽ എത്രയൊക്കെ എൻ്റെ സെൻസസിന് സന്തോഷം തോന്നിയാലും അതെന്നെ ക്രിസ്തുവിലോട്ടല്ല അടുപ്പിക്കുന്നത്, അതെന്നെ എന്നിലോട്ട് അടുപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റായാൽ മൂന്നാമത്തേത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആദ്യത്തെ 1ഉം 2ഉം നിങ്ങൾ കണ്ടാൽ മൂന്നാമത്തേത് പറയുന്നത് പൈശാചികമാണ്, അതൊരു കൗണ്ടർ ഫീറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാവിലെ പാസ്റ്ററുകൾ ക്രൂശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ക്രൂശിൻ്റെ പ്രസംഗം ഇല്ലാത്തതുകൊണ്ട് 3 കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 1, കൗണ്ടർ ഫീറ്റ്. 2, കാർണൽ. 3, കോൾഡ്. എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ പ്രസംഗം പറയാത്തത് കൊണ്ടും കേൾക്കാത്തത് കൊണ്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു ആത്മീയത. ആ ആത്മീയത നമ്മളെ ജഡീകമായി ഉണർത്തുന്നതാണ്. മാത്രമല്ല നിത്യതയിലോട്ട് നമ്മളെ അടുപ്പിക്കാത്തതാണ്. ഇതുതന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല ഞാനും നിങ്ങളും കേൾക്കുന്നതെങ്കിൽ അത് പൈശാചികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണെങ്കിലോ, താൻ അവിടെ എഴുതി വെക്കുന്ന ഇങ്ങനെയാണ്, അത് ആദ്യം നിർമ്മലമായിരിക്കും. ഇറ്റ് വിൽ ബി പ്യുവർ. ഏത് ആസ്പെക്റ്റിലാണ് പ്യുവർ? ദൈവവചനത്തിൻ്റെ ആസ്പെക്റ്റിൽ. ദൈവവചനം എന്താ പറയുന്നത്? ആ ആസ്പെക്റ്റിൽ. അങ്ങനെയെങ്കിൽ ദൈവവചനം പറയുവാണ്, ദൈവത്തിന് യോഗ്യവണ്ണം നടക്കണമെങ്കിൽ ആ ദൈവികമായ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തോടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ഫിലിപ്പിയർ 1 അതിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ആമേൻ. അടുത്തത്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യവണ്ണം നടക്കുക. എന്താണ് ഈ സുവിശേഷത്തിന് യോഗ്യവണ്ണമായി നടക്കുക എന്ന് ഇവിടെ പറയുന്നത്? ഈ ലോകത്തിൽ ഞാനും നിങ്ങളും നടക്കുമ്പോൾ നമ്മൾ കേട്ട സുവിശേഷത്തിന് ഒരു യോഗ്യവണ്ണമായൊരു നടപ്പുണ്ട്. എന്താണ് ഈ സുവിശേഷം? ഈ സുവിശേഷം നമ്മളോട് പറയുന്നത്, എന്നെയും നിങ്ങളെയും ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, പിശാചിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം അറിഞ്ഞ ഞാനും നിങ്ങളും ഇതിനോടൊരു വേർപാട് ഉണ്ടായിരിക്കണം. പാപത്തോടൊരു വേർപാടുണ്ടായിരിക്കണം, പിശാചിനോടൊരു വേർപാടുണ്ടായിരിക്കണം, ലോകത്തോടൊരു വേർപാടുണ്ടായിരിക്കണം.
ഈ ഒരു വേർപാട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലില്ലെങ്കിൽ ഞാനും നിങ്ങളെ കേട്ട സുവിശേഷത്തിന് യോഗ്യവണ്ണം അല്ല നമ്മൾ നടക്കുന്നത്. ഇന്ന് ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ടത് ഇതാണ്: പിതാവേ, ശരിക്കും ഈ സുവിശേഷം എന്നെ ജഡത്തിൽ നിന്ന് രക്ഷിച്ചോ? എങ്കിൽ ജഡത്തോടൊരു വേർപാടുണ്ടായിരിക്കണം. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നടപ്പ്, എൻ്റെ സംസാരം അത് ജഡത്തിനൊത്തവണ്ണമല്ല, ആത്മനിറവിലായിരിക്കണം. ദൈവം എന്നെ ശരിക്കും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പാപത്തെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുകയല്ല, അതിൽ നിന്ന് ഓടി മാറണം. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നത്, ഈ കൃപ നമുക്ക് വെളിപ്പെട്ടു. എന്തിന്? ലോകത്തോട് നോ പറയുവാൻ. അതാണ് ശരിക്കുമുള്ള സുവിശേഷം. സുവിശേഷം ഒന്നും നമ്മളെ ലോകത്തിലോട്ട് അടുപ്പിക്കുകയല്ല, പാപത്തിലോട്ട് അടുപ്പിക്കുകയല്ല, അതിൽ നിന്ന് നമ്മൾ മാറി നടക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം: പിതാവേ, ദൈവത്തിന് യോഗ്യവണ്ണം നടക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ യോഗ്യതയോടെ നടക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്. എങ്ങനെയാണ് ആ യോഗ്യതയോടെ നടക്കുന്നത്? ദൈവം എൻ്റെ മേൽ തന്ന ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട്. ആ യോഗ്യതയിൽ ഞാൻ നടക്കുമ്പോൾ ഒരു ദൈവിക ജ്ഞാനം എന്നെ ഭരിക്കണം. തീർന്നില്ല, ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ കേട്ട സുവിശേഷത്തിനനുസരിച്ച് ഒരു വേർപാട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു വേർപാടോട് ഞാൻ നടക്കുമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലായ്പ്പോഴും ഞാൻ ഫലം കായ്ക്കുവാൻ തുടങ്ങും. അതാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ദൈവപ്രസാദം മനസ്സിലാക്കി നടക്കുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നമ്മൾ ചെയ്യുന്നതൊക്കെയും ഫലം കായ്ക്കുവാൻ തുടങ്ങും. എന്തുകൊണ്ട്? ദൈവ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. തീർന്നില്ല, പൗലോസ് ഇങ്ങനെ പറയുന്നത്, എന്നെയും നിങ്ങളെ ഏൽപ്പിച്ച ആ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തൊരു നല്ല പ്രവൃത്തി, അത് ദൈവം ഓൾറെഡി നമുക്ക് വേണ്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ പോയി ഒന്നും ചെയ്യുന്നതല്ല, ദൈവം അത് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. 3, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ഞാൻ വളരും. ഹല്ലേലൂയ. മറ്റൊരർത്ഥം, ഞാൻ ഈ ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം എന്നെ തൻ്റെ പരിജ്ഞാനത്തിൽ എന്നെ വളർത്തുവാൻ തുടങ്ങും. എല്ലാം അറിഞ്ഞിട്ടല്ല ഞാൻ അനുസരിക്കുന്നത്. ദൈവം എന്നോട് പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ അനുസരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, ഈ പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വേഗം 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 3-ാമത് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുക. സ്ട്രെങ്തൻഡ് വിത്ത് ഹിസ് മൈറ്റ് ബൈ ഹിസ് ഗ്ലോറിയസ് പവർ. പക്ഷെ നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പം നമുക്കൊരുപാട് ഹരം തോന്നുന്ന വാക്കുകളാണ് പലപ്പോഴും, അല്ലേ? ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിറയണമെന്നൊക്കെ പറയുമ്പം നമ്മുടെ ചിന്ത വലിയ അത്ഭുതം നടക്കണം, വലിയ അടയാളം നടക്കണമെന്നാണ്. പക്ഷെ പൗലോസ് ഇത് എഴുതിയപ്പം പൗലോസ് പറയുന്നത്, സോ ദാറ്റ് യു മൈറ്റ് ബി പേഷ്യൻറ്റ്, ലോങ് സഫറിങ് ആൻഡ് വിത്ത് ജോയ്ഫുൾനെസ്. ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഉടനെ ചിലത് സംഭവിക്കണം. അതാണ് നമ്മൾ ശക്തിയുടെ ഒരു ഉദാഹരണമായി കാണുന്നത്. പക്ഷെ വചനം അങ്ങനല്ല പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4 അതിൻ്റെ 7 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടേന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ആമേൻ. നമ്മൾ ആ 7-ാമത്തെ വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ ആകുന്നു. പൗലോസ് പറയാണ്, ഇതെൻ്റെ ശക്തിയല്ല,
ഇതെൻ്റെ ഈ മൺപാത്രത്തിൽ. ഇതെന്തിനാ പൗലോസ് പറയുന്നറിയാമോ? ഈ മൺപാത്രം ബലഹീനമാണ്, ഇതിന് ശക്തിയൊന്നുമില്ല. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് തൻ്റെ ശക്തിയെ എൻ്റെ മേൽ പകർന്നു. ഹല്ലേലൂയ. ഇനി അത് പകർന്നെന്ന് മാത്രമല്ല, അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പറയാം? പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണം. എന്തിന്? ഞാൻ നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അടുത്തത്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, ഈ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ദൈവമേ എനിക്ക് ദൈവശക്തിയിൽ അത്ഭുതം ചെയ്യാൻ പറ്റുന്നില്ലെന്നല്ല, പിതാവേ നിൻ്റെ ശക്തിയാണ് എന്നെ കാക്കുന്നത്. നിരാശയുടെ നടുവിൽ കൂടെ പോകുമ്പോൾ, ആരും എന്നെ താങ്ങുവാനില്ലെന്ന് തോന്നുമ്പോൾ, ഈ ദൈവശക്തിയാണ് എന്നെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇതെന്താ കാണിക്കുന്നതെന്നറിയാമോ? ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ അകത്ത് ഇത് വെളിപ്പെടാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് യോഹന്നാൻ 15 വരുമ്പോൾ, ഞാനും നിങ്ങളും അധികം ഫലം കായ്ക്കുമ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തുകയും ഇങ്ങനെ ഇവർ അറിയും എൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ, ഈ ഫലം കായ്ക്കുക മാത്രം, ചെത്തുമ്പം ഫലം കായ്ക്കുന്നുണ്ട്, എ സുപ്പീരിയർ ക്വാളിറ്റി. ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഫലം കായ്ക്കുവാൻ തുടങ്ങി. എപ്പോഴെങ്കിലും ഫലം കായ്ക്കുവല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും കാണുന്നവർ നമ്മുടെ ജീവിതം കാണുമ്പോൾ നിരാശയുടെ നടുവിലും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനേകർ നശിച്ചു പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം. അതാണ് പഴയ നിയമത്തിൻ്റെ അകത്ത് വായിക്കുമ്പോൾ നമ്മുടെ ശദ്രക് മേശക് അബേദ്നെഗോയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അവർ തീയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ സാക്ഷി പറഞ്ഞിട്ടാണ് ആ തീയുടെ നടുവിൽ കൂടെ പോകുന്നത്. പക്ഷെ ആ തീക്കകത്തിറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ഈ മൺപാത്രത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവശക്തി. ഇതെന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷമത്തെയും ജയിക്കുവാൻ ഒരു ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഈ ശക്തി എൻ്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ മറന്നു പോകരുത്, ഇതൊരു മൺപാത്രമാണ്. ഇതിന് ബലഹീനതകളുണ്ട്, ഇതിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, ദൈവം പറഞ്ഞ സമയം വരെയും ദൈവം എന്നെ നിലനിർത്തും. ഹല്ലേലൂയ. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. തീർന്നില്ല, ഒരു ഭാഗം കൂടെ നമുക്ക് വേഗം ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27 അതിൻ്റെ 23 വാക്യം കൂടെ. അപ്പോസ്തല പ്രവൃത്തി 27 അതിൻ്റെ 23. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. പൗലോസ് ദൈവത്തെക്കുറിച്ച് സാക്ഷി പറഞ്ഞിട്ട് താൻ മറ്റൊരിടത്തോട്ട് പോവുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ പെട്ടെന്ന് വരുന്ന ചിന്തകൾ, 1 ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, 2 പാമ്പ് കടിച്ചു, അടുത്ത ചാപ്റ്ററിൻ്റെ അകത്ത് പാമ്പ് കടിച്ചു. പക്ഷെ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ ദൈവത്തിനെ സാക്ഷി പറഞ്ഞ പൗലോസ് ദൈവത്തിൻ്റെ കൂടെ പോകാൻ നേരം ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ നീ പോകുന്ന ഈ കപ്പൽ പോവും, പക്ഷെ ഒന്നും പറ്റത്തില്ല, ആർക്കും ഒന്നും പറ്റത്തില്ല. നീ എത്തേണ്ടടുത്ത് നിന്നെ ഞാൻ എത്തിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്നറിയോ? ഞാനായിരുന്നു പൗലോസിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ദൈവമേ ഞാൻ അങ്ങയുടെ സുവിശേഷമല്ലേ പറഞ്ഞേ, ദൂതനെ വിട്ടിരിക്കുവാണ്, നീ ഇപ്പോൾ പോകുന്ന കപ്പലും പോകുമെന്ന്. നിശ്ചയമായിട്ട് ഞാൻ ദൂതനോട് ചോദിച്ചാൽ എപ്പോഴാണ് ഇതിൽ നിന്ന് ഇറങ്ങുന്നതെന്നായിരിക്കും എൻ്റെ ഒന്നാമത്തെ ചോദ്യം. 2, നമ്മൾ ഈ 28 വായിക്കുമ്പം പാമ്പ് കടിച്ചു, നമ്മുടെയൊക്കെ സ്വഭാവമാണ്. പാമ്പ് കടിച്ച ഉടനെ അവിടെയുള്ള ജനം പറഞ്ഞു, ഇവൻ ഭയങ്കര വലിയ കള്ളനെ, പാമ്പ് പോലും വിടുന്നില്ലെന്ന്.
നമ്മുടെ ആത്മീയ ഭാഷ എങ്ങനെയാണെന്നറിയോ? എന്താണെന്ന് അറിയത്തില്ല ബ്രദറെ, പോരാട്ടമാണ് മൊത്തം. ഇറങ്ങിയ സമയം തൊട്ട് പോരാട്ടം. കപ്പൽ തകർന്നു, പിന്നെ കുറച്ച് തണുപ്പ് കൊള്ളാൻ വേണ്ടി കുറച്ച് പലക അങ്ങോട്ട് എടുത്ത് പാമ്പും വന്ന് കടിച്ചു. അല്ലേ, ഇതിന് നമുക്ക് മലയാളത്തിൽ കുറേ പ്രൊവേബൊക്കെ ഉണ്ടല്ലേ. പക്ഷെ എനിക്ക് പൗലോസിനെ ഇഷ്ടപ്പെട്ടെന്നറിയോ? പൗലോസ് ഒരിടത്ത് പോലും പിശാചെ പോ എന്നൊന്നും പറഞ്ഞില്ല, എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കാമെന്നും പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? പൗലോസിനൊരു ബോധ്യമുണ്ട്, ഈ മൺപാത്രത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇതെന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ചിലത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ പിശാച് എത്ര പോരാടിയാലും പൗലോസിനെ പോലെ അതിനെ കൊടഞ്ഞു കളയുവാനുള്ളൊരു ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പിശാച് നിങ്ങളുടെ മേൽ കടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടതൊന്നുണ്ട്, ഈ മൺപാത്രത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി മതി. ഇതുകൊണ്ടാണ് പൗലോസ് എഴുതുമ്പോൾ വിത്ത് ജോയ്ഫുൾനെസ്, സന്തോഷം. എബ്രായർ ലേഖനം 12 പഠിക്കുമ്പോൾ യേശു ക്രൂശ് എടുത്തത് തനിക്ക് വെച്ചിരിക്കുന്ന സന്തോഷം കണ്ടിട്ടാ. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ലത് കണ്ടിട്ടല്ല, ക്രിസ്തുവിനോടുള്ള വാസമാണ്. എന്തിനാണ് എൻ്റെ യേശു ആ ക്രൂശ് എടുത്തതെന്നറിയാമോ? തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സന്തോഷം. ഇന്ന് ഈ ദൈവവചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, പിതാവേ, ഈ മൺപാത്രത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞാൻ ഇന്ന് എന്തിൽ കൂടെ കടന്നു പോയാലും അതിനെ ജയിക്കുവാൻ ശക്തി പകർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്തിൽ കൂടെ കടന്നു പോകുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആ ശക്തിയിൽ നിങ്ങൾ ജീവിക്കുമെങ്കിൽ സന്തോഷത്തോടെ പുറത്തിറങ്ങി വരുവാനുള്ളൊരു ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അവസാനം പൗലോസ് പറഞ്ഞ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഗിവിങ് താങ്ക്സ് അണ്ടു ദ ഫാദർ. എന്തിനാണ് ഈ പിതാവിനെ സ്തുതിക്കുന്നതെന്നറിയാമോ? എൻ്റെ ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനം അറിയുവാൻ, എൻ്റെ ഈ ദൈവത്തെ അറിയുവാൻ, എൻ്റെ ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ എന്നെ യോഗ്യം ആക്കിയത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ രക്തം. ഞാൻ ഈ അനുഭവിക്കുന്ന എല്ലാ സന്തോഷവും എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? എൻ്റെ പിതാവ് എനിക്ക് തന്നതാണ്. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, പിതാവേ, അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കുവാൻ ഒരു ദൈവകൃപ എൻ്റെ മേൽ പകർന്നു തരണം. അപ്പോൾ ഞാൻ മറ്റൊന്നിൻ്റെ പുറകെ പോകാതെ ദൈവ ഇഷ്ടം എന്ത് എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിറഞ്ഞ് ദൈവത്തിന് യോഗ്യവണ്ണം നടന്ന് ദൈവത്തിൻ്റെ നിറവിനാൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.